അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഫോണുമായിട്ടാണ് വന്നിട്ടുള്ളത്. iQOO C9s ആണ്. അതായത് iQOO C9 സീരീസിൽ അവസാനമായിട്ട് രണ്ട് ഫോണുകളായിരുന്നു കൊണ്ടുവന്നിരുന്നത്, iQOO C9s Proയും iQOO C9sഉം. അപ്പോൾ ഇതിന്റെ പ്രോ മോഡലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അന്ന് നമുക്ക് ഈ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മാത്രമല്ല ഈ രണ്ട് ഫോണുകളും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്നും പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫോണിന്റെ ബോക്സിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സ്. ഈ ഒരു രൂപത്തിൽ ഒരു ബ്ലാക്ക് ബോക്സ് ആണ് വരുന്നത്. ബോക്സിന്റെ സൈസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. iQOO നമുക്ക് ഇൻസൈഡിൽ ചാർജർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ഫോണിന്റെ കൂടെ നമുക്ക് പിന്നെ ഒരു ട്രാൻസ്പെറന്റ് കവർ, പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 44 വാട്ട്സിന്റെ ഒരു ചാർജർ iQOO തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്റ്റിംഗ് ടൂള്, പിന്നെ ചാർജറിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിള്. അപ്പോൾ ഇങ്ങനെയാണ് ബോക്സിൽ വന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഫോണിന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഫോണിന്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയല്ല. iQOO C9s Proയിൽ നമ്മൾ പറഞ്ഞ അതേ കാര്യം, അതായത് ഇതിന്റെ ഡിസൈൻ ഒന്നും പറയല്ല, ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് iQOO നമുക്ക് ഈ ഫോണിൽ തന്നിട്ടുള്ളത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. ബാക്ക് വശത്ത് നല്ല പ്ലാസ്റ്റിക് ബാക്ക്, പിന്നെ ക്യാമറ മൊഡ്യൂളിന്റെ ഈ ഒരു ഡിസൈന്. പ്രോ വേർഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ക്യാമറ മൊഡ്യൂൾ iQOO 12ന് സമാനമായിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതൊരു സ്ക്വയർ റൗണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂള്. ഇവിടെ നമുക്ക് ഒരു ലോങ് റൗണ്ട് ഷേപ്പാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ഡിസൈന് നമ്മൾ വിവോന്റെ V40 ആ ഒരു മോഡലിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനോട് സമാനമായ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ക്യാമറ മൊഡ്യൂൾ ഡിസൈൻ ഒന്നും കൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതാണെങ്കിലും ഡിസൈനിനെ കുറിച്ചൊന്നും പറയാമല്ലോ, സൂപ്പർ ഫോണാണ്. പിന്നെ വെയിറ്റ് ആൻഡ് തിക്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ പ്രോ മോഡലിൽ പറഞ്ഞ പോലെ 7.49 ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. വളരെ ചെറിയ തിക്നെസ്സിലാണ് ഈ ഫോണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ 5500 mAh ഇൻസൈഡിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് വരുന്നത് 180 ഗ്രാമാണ്. 180 to 182. അതായത് കളർ വേരിയന്റ് മാറുമ്പോൾ എന്തോ 2 ഗ്രാമിന്റെ വ്യത്യാസം വരുന്നുണ്ട്. 2 കളർ വേരിയന്റ് വരുന്നുണ്ട്. ഈ ഒരു ലൈറ്റ് ഗ്രീൻ, അതായത് ഒനിക്സ് ഗ്രീൻ എന്നാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രേ കളർ മോഡലാണ് വേറെ ഒന്ന്. പിന്നെ ഇതിൽ നമുക്ക് ബിൽഡിങ്ങിൽ വന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഫീച്ചർ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വന്നിട്ടുണ്ട്. താഴ്ഭാഗത്ത് വോളിയം, സ്പീക്കർ, ചാർജർ, പിന്നെ മൈക്ക്, അതുപോലെ തന്നെ സിം ട്രേ. പിന്നെ മുകളിൽ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വേറെ വന്നിട്ടുണ്ട്. സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡ് ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ബിൽഡ് ആൻഡ് ഡിസൈൻ മേഖല. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സോണിയുടെ 50 മെഗാ പിക്സലിന്റെ IMX882 എന്ന് പറയുന്ന iQOO C9s Proയിൽ വന്ന സെയിം ക്യാമറ സെൻസറാണ് ഇതിലും മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ അൾട്രാവൈഡ് വരുന്നില്ല. 2 മെഗാ പിക്സലിന്റെ ഒരു ബൊക്കെ സെൻസറും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒരു ഓറ ലൈറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ നമുക്ക് 16 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ, പഞ്ച് ഹോൾ ക്യാമറയും തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ക്യാമറ വരുന്നത്. പിന്നെ ക്യാമറ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ച് 4K at 30 FPS വിത്ത് OIS വീഡിയോ എടുക്കാൻ പറ്റും. OIS പ്ലസ് EIS ഉണ്ടെന്ന് കമ്പനി പറയുന്നുണ്ട്. പക്ഷെ ക്യാമറ സെറ്റിങ്സ് നോക്കിയപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം നമ്മൾ OIS പ്ലസ് EIS ഉള്ള ഫോണുകളിൽ എക്സ്ട്രാ ഒരു അൾട്രാ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി കാണാറുണ്ട്. ഇതിലത് കണ്ടില്ല. അപ്പോൾ ഇനി വരുന്നുണ്ടോ, അതില്ലാതെയും വരുമെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും OIS ഉണ്ട്, EIS ഉണ്ടോ എന്ന കാര്യത്തിലേ സംശയമുള്ളൂ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. 4K സപ്പോർട്ടഡ് അല്ല. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു അടിപൊളി 3D കർവ്ഡ് എമോൾഡ് പാനൽ iQOO ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ട് കർവ്ഡ് ഡിസ്പ്ലേ വരുന്ന ഫോൺ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ്ങും 2000 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗ് ഒക്കെ തന്നിട്ടുണ്ട്.
അതൊക്കെ നമുക്ക് പ്രോ വെർഷനിൽ വന്ന അതേ സെയിം സെറ്റപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസം വരുന്നത് പീക്ക് ബ്രൈറ്റ്നസ്സിലാണ്. പ്രോ വെർഷനിൽ നമുക്ക് 4500 നിറ്റ്സ് ആയിരുന്നു വന്നിരുന്നത്, ഇവിടെ 1800 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ ബെസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു iQOO Z9s Proയിൽ നമുക്ക് ഇതിനേക്കാളും ഒന്നും കൂടി നാരോ ബെസലായിരുന്നു വന്നത് എന്ന്. രണ്ട് പ്രൈസ് റേഞ്ചിൽ വന്ന ഫോണാണ്. 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു Z9s Pro വന്നത്, ഇത് 20,000 രൂപ റേഞ്ചിൽ വന്ന ഫോണാണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഫോൺ ഇപ്പൊ നമ്മുടെ കയ്യിലില്ല കമ്പയർ ചെയ്യാന്. പിന്നെ ഫോണിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് iQOO തന്നിട്ടുള്ളത്. താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും നിങ്ങൾക്ക് ബെസൽ കാണാൻ പറ്റുന്നുണ്ടാവും, അതുപോലെ തന്നെ സൈഡിലും ചെറുതായിട്ട് ബെസൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചധികം ബെസലുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്, നല്ല ന്യായമായ ബെസൽ തന്നെയാണ് തന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ആദ്യമായിട്ട് കർവ്ഡ് ഡിസ്പ്ലേ തന്നതും iQOO തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയുടെ സൈസ് പറയുകയാണെങ്കിലും സെയിം സൈസാണ് iQOO Z9s Proയിൽ വന്ന 6.77 ഇഞ്ച് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഡിസ്പ്ലേ തന്നെ iQOO നമുക്ക് ഈ ഫോണിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും നമുക്ക് കാര്യമായിട്ട് മാറ്റം പറയാനുള്ളത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് ആണ്. നമ്മൾ നേരത്തെ Z9s Proയിൽ പറഞ്ഞിരുന്നു 7 Gen 3 ആണ്, Qualcomm Snapdragonന്റെ 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് വന്നത്. ഇവിടെ നമുക്ക് MediaTek Dimensity 7300 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല മാറ്റം ചിപ്സെറ്റിൽ വന്നിട്ടുണ്ട്. ഈ ചിപ്സെറ്റ് മോശമൊന്നല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ചിപ്സെറ്റ് തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ പറ്റും. പുതിയ ചിപ്സെറ്റ് ആണ്, 4K വീഡിയോ സപ്പോർട്ടഡ് ആയ ചിപ്സെറ്റ് ആണ്. MediaTek Dimensity 7200 എന്ന് പറയുന്ന ചിപ്സെറ്റിനേക്കാളും ഒരു പൊടിക്ക് കുറഞ്ഞ ചിപ്സെറ്റ് ആണ് 7300. പിന്നെ ഇതിന്റെ റാം സ്റ്റോറേജ് ബേസ്ഡ് ആയിട്ട് നമുക്ക് 3 വേരിയന്റ് ആണ് ഫോൺ വരുന്നത്. 8GB 128GB ആയിട്ട് ഒരു മോഡലും, പിന്നെ 8GB 256, പിന്നെ 12GB 256GB ആയിട്ട് ഒരു മോഡലും വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ AnTuTu സ്കോർ വരുന്നത് കമ്പനി അവകാശപ്പെടുന്നത് 7 ലക്ഷത്തിന്റെ മുകളിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു 12GB 256GB എടുക്കുമ്പോഴായിരിക്കും ആ ഒരു AnTuTu സ്കോർ ലഭിക്കുക എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റാം LPDDR4X ആണ്, അതുപോലെ തന്നെ സ്റ്റോറേജ് UFS 2.2 ആണ്. അപ്പൊ അതും നല്ല ന്യായമായ രൂപത്തിൽ iQOO ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ iQOO ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ല ന്യായമായ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്ററി സെഗ്മെന്റിലേക്ക് പോകുകയാണെങ്കിൽ iQOO Z9s Proയിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നും പറയാനില്ല. 5500 mAh ഒരു കിടിലൻ ബാറ്ററി ഇത്രയും ചെറിയ സ്ലിം ആയ ഫോണിൽ iQOO നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ബിൽഡിംഗ് വളരെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 44 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിൽ iQOO തന്നിട്ടുണ്ട്. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് നമുക്ക് 50% വരെ ചാർജ് ആക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ഏകദേശം 4 വർഷത്തോളം നല്ല ബാറ്ററി ഹെൽത്ത് ഈ ഫോണിന് കിട്ടുമെന്ന് iQOO പറയുന്നുണ്ട്. അപ്പൊ ഏതാണെങ്കിലും ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്ക് ആശങ്കകളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ്ങും നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഈ ഫോണിൽ iQOO നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫൺ ടച്ച് OS ആണ്, ബേസ്ഡ് ഓൺ Android 14 ആണ് വന്നിട്ടുള്ളത്. 2 വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും iQOO പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് കൃത്യസമയത്ത് കിട്ടുമെന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ iQOO Z9s Proയിൽ പറഞ്ഞിരുന്ന AI ഫീച്ചേഴ്സ്, AI എറൈസ്, അതുപോലെ തന്നെ AI ക്വാളിറ്റി എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ, അതുപോലെ തന്നെ നമുക്ക് ഗെയിമിങ്ങിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡ്, 4D ഗെയിമിംഗ് വൈബ്രേഷൻ, അതുപോലെ തന്നെ മോഷൻ കൺട്രോള്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ സെറ്റപ്പും ഈ ഫോണിലും iQOO നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിലുള്ള ആ ഒരു വെറ്റ് ടച്ച് ടെക്നോളജി, അതായത് നനവുള്ള കൈയോട് കൂടി വർക്ക് ചെയ്യുകയാണെങ്കിലും ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും ഒക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ. പിന്നെ അവിടെ ഉള്ളതും ഇവിടെ ഇല്ലാത്തതുമായ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വേപ്പർ ചാമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ആണ്. ഈ ഫോണിൽ അത് വന്നിട്ടില്ല. അപ്പോൾ iQOO Z9s Proയിൽ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഹീറ്റിംഗ് നന്നായി മാനേജ് ചെയ്യപ്പെട്ടേക്കാം. ആ ഒരു സെറ്റപ്പ് ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതിൽ കളിക്കുന്ന അതേ സെയിം ലെവലിൽ നമുക്കിതിൽ ഗെയിം കളിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. മാത്രമല്ല അത്രത്തോളം കപ്പാസിറ്റി ഉള്ള ചിപ്സെറ്റും ഇതിൽ വന്നിട്ടില്ല. അപ്പൊ ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഈ ഫോണിന്റെ വിശേഷങ്ങൾ. അപ്പൊ കാര്യമായിട്ട് iQOO Z9s Proയിൽ നിന്നും ഈ ഫോണിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ മൊഡ്യൂളിലുള്ള വ്യത്യാസമാണ്. പിന്നെ അതുപോലെ ഇതിലുള്ള സെൻസർ, അവിടെ നമുക്ക് അൾട്രാവൈഡ് വന്നിട്ടുണ്ട്, ഇവിടെ നമുക്കത് വന്നിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വേപ്പർ ചാമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇതിലില്ല, അവിടെ ഉണ്ട്. പിന്നെ ചിപ്സെറ്റിലുള്ള മാറ്റം, Qualcomm Snapdragonന്റെ 7 Gen 3 ആണ് Z9s Proയിൽ വരുന്നത്. ഇവിടെ നമുക്ക് MediaTek Dimensity 7300 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. പിന്നെ ചാർജറിൽ മാറ്റമുണ്ട്, അവിടെ 80 വാട്ട്സിന്റെ ചാർജറാണ്, ഇവിടെ 44 വാട്ട്സിന്റെ ചാർജറാണ്. പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ്സിലും മാറ്റം വരുന്നുണ്ട്. ഇവിടെ 1800 ആണ്, അവിടെ 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ രണ്ട് ഫോണും അതത് ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയ ഡിസൈനും നല്ല ഫീച്ചേഴ്സും ഒക്കെ iQOO നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായും പരിഗണിക്കാൻ പറ്റുന്ന മോഡൽസ് തന്നെയാണ് iQOO നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഏതാണെങ്കിലും നല്ല ഫോണുകളാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു നല്ല ഫോണുമായിട്ട് വീണ്ടും കാണാം.